നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. +1 എക്കണോമിക്സിലെ 3-ാമത്തെ അധ്യായത്തിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത്. 3-ാമത്തെ അധ്യായത്തിന്റെ പേരാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ എന്നാണ് അധ്യായത്തിന്റെ പേര്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാറുള്ളത്. അത് ഈ 3-ാമത്തെ അധ്യായം എടുക്കുന്നത് 2-ാമത്തെ യൂണിറ്റിലാണ്. 2-ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ പേരെന്താണ്? 1991 ശേഷമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, എക്കണോമിക് റിഫോംസ് സിൻസ് 1991 എന്ന് പറയുന്ന 2-ാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ അധ്യായമാണ് ഇവിടെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണത്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും വളരെ വിശദമായി തന്നെ എന്ത് ചെയ്യുക, കേൾക്കുക. അത് കേൾക്കുക മാത്രമല്ല എന്ന് പറയാതെ പഠിക്കുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ നിങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ കണ്ടു, നമ്മൾ കണ്ടു എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ അറിയില്ല, നിങ്ങൾക്കറിയില്ലേ? സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അതായത് സമ്പദ് വ്യവസ്ഥയെ വളർത്താനായിട്ട് സമ്പദ് വ്യവസ്ഥ നടപ്പാക്കിയ മാറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് പരിഷ്കാരങ്ങൾ എന്ന് പറയാം. നാം കണ്ടു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആകെ തകർന്നു കിടക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വരുത്തിക്കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ചു. അല്ലെ, അതിന്റെ ചെയർമാൻ, പ്രധാനമന്ത്രി ചെയർമാൻ, ജവഹർലാൽ നെഹ്റു ചെയർമാൻ ആയിക്കൊണ്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ, അതേപോലെ തന്നെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യ റഷ്യൻ മാതൃകയായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി സ്വീകരിച്ചു. അങ്ങനെ പഞ്ചവത്സര ഭാഗമായിക്കൊണ്ട് കാർഷിക മേഖല ഒരുപാട് മാറ്റം കൊണ്ടുവന്നു. കാർഷിക മേഖലയിൽ അതേപോലെ തന്നെ ഭൂനയ പരിഷ്കാരം നടപ്പാക്കി. അതേപോലെ തന്നെ ഹരിത വിപ്ലവം നടപ്പാക്കി. വ്യവസായ മേഖലയിൽ നമ്മൾ കണ്ടു വ്യവസായ നയ പ്രമേയം 1986 വ്യവസായ നയ പ്രമേയം കണ്ടു. അതേപോലെ തന്നെ സേവന മേഖലയിൽ കച്ചവട മേഖലയിൽ നടപ്പാക്കി. എന്തൊക്കെയാണ്? താരിഫ്, കോട്ട, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ആകെക്കൂടുള്ള സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിന് കഴിഞ്ഞ അധ്യായം നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ രഹസ്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ അധ്യായത്തിൽ 1991 ശേഷമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അപ്പൊ അത് കണ്ടത് എന്താണ്? സ്വതന്ത്ര പ്രാപ്തി മുതൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1991 വരെയുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചാണ് മുൻ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഒരുപാട് എന്താ പറയാ, പരിഷ്കാരങ്ങളുടെ ഭാഗമായിക്കൊണ്ട് വൈവിധ്യവൽകൃതമായ നിരവധി വ്യവസായങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്നു. അതേപോലെ എന്താ പറയാ, ഇന്ത്യൻ വ്യവസായ മേഖല സമ്പുഷ്ടമായി. കാർഷിക മേഖല വലിയ വളർച്ചയില്ലെങ്കിലും സേവന മേഖലയും വ്യവസായ മേഖലയും ഒരു വലിയ രീതിയിലൊരു ഒരു മാറ്റം ഉണ്ടായി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, ഈ മാറ്റങ്ങളൊന്നും തന്നെ, അതായത് ഈ വ്യവസായ മേഖലയും ഈ സേവന മേഖലയും കണ്ട ഈ മാറ്റങ്ങളൊന്നും ഇന്ത്യയുടെ സാധ്യതകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ്, ഇതൊക്കെ വളരെ കുറവെന്നാ പറയുന്നത്. കാരണം എന്താ? അക്കാലത്ത് ഇന്ത്യയെ പോലെ തന്നെ സ്വതന്ത്രമായ തെക്കൻ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ ഒരു പടി മുന്നിൽ എന്ന് പറയാ സാമ്പത്തികമായ വളർച്ചയിലേക്ക് അവരെത്തി. പക്ഷെ ഇന്ത്യ അപ്പോഴും അവരുടെ പിറകിൽ ഒച്ചു നീങ്ങുന്ന പോലത്തെ രീതിയിൽ ഒരു പരിഷ്കാരമായിരുന്നു ആര് നടപ്പാക്കിയത്? തെക്കൻ കൊറിയയും സിംഗപ്പൂരിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനത്രയും ഒരു സാമ്പത്തിക വളർച്ച ആർക്ക് നേടാൻ കഴിഞ്ഞില്ല? ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞില്ല. അത് അതിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് പറയുന്നത് ഇന്ത്യ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ശരി തന്നെയാണ്, ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കി, അതൊക്കെ നമുക്ക് ശരി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ ഇന്ത്യൻ സാധ്യതകളോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ പരിഷ്കാരങ്ങളൊന്നും തന്നെ എന്താ പറയാ, ഇന്ത്യൻ സാധ്യതകൾക്ക് ഉചിതമായ ഒന്നല്ലായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ 1991 ശേഷം 90 വരെ നടപ്പാക്കി. നമ്മൾ ഒന്ന് വിലയിരുത്തും സമ്പദ് വ്യവസ്ഥയെ കുറിച്ച്. 1990 വരെ നടപ്പാക്കിയ ആ സാമ്പത്തിക നയങ്ങൾ എത്രത്തോളം ഇന്ത്യ ഗുണം ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത് 1950 മുതൽ 1990 വരെ ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളുടെ പോരായ്മകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ആദ്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നാമതായിട്ട് പറയുന്നുണ്ട്, കുത്തക നിയന്ത്രണ നിയമങ്ങൾ നല്ല വിഭവശേഷിയുള്ള വൻകിട കമ്പനികളെ മൂലധന നിക്ഷേപം നടത്തുന്നതിൽ തടഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഈ കുത്തക നിയന്ത്രണ നിയമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർക്കാർ മാത്രമേ നമുക്ക് 1986 വ്യവസായ നിയമം കണ്ടതാണ്. അതനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ഉയർന്ന വ്യവസായങ്ങളെല്ലാം ആര് നടത്തും? സർക്കാർ നടത്തും എന്ന് പറഞ്ഞു. സർക്കാരിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? തിന്നില്ല തീറ്റിക്കില്ല, ഈ അവസ്ഥ സർക്കാരിന്റെ അവസ്ഥ. അപ്പൊ വലിയ വലിയ വ്യവസായങ്ങളൊക്കെ സർക്കാർ നടത്താം. പക്ഷെ ഇവിടെ അതിനേക്കാൾ നല്ല വിഭവശേഷിയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും
അതിനൊന്നും മൂല്യനിക്ഷേപം നടത്താൻ ഏതുകൊണ്ട് സാധിച്ചില്ല? ഈ ഒരു കുത്തക നിയന്ത്രണ നിയമം കൊണ്ട് സാധിച്ചില്ല എന്ന്. എന്താ കുത്തക എന്ന് പറഞ്ഞാൽ? അവർക്ക് മാത്രം. കുത്തക മൊണോപ്പൊളി എന്ന ഇംഗ്ലീഷ് പറയാം. എക്കണോമിക്സിന്റെ വേർഡാണ്, ഒരു ടേം കൂടി, ഒരു വേർഡ് കൂടിയാണ്, മറക്കണ്ട. അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാറുണ്ട് എന്താണ് കുത്തക. അപ്പൊ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസായം മാത്രം, ഒരു കച്ചവടത്തിൽ, ഒരു വിഭാഗത്തിന് മാത്രം. അതാണ് കുത്തക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം. അപ്പൊ ഇത് ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോരായ്മയാണ്. കുത്തക നിയന്ത്രണ നിയമം എന്തായി? വൻകിട കമ്പനികളെ മൂലധന നിക്ഷേപം നടത്തുന്നതിൽ അത് തടഞ്ഞു, അല്ലെ? രണ്ടാമതായി പറഞ്ഞെന്താണ്? വിദേശ നാണയ നിയന്ത്രണം നിയമം വിദേശ മൂലധന നിക്ഷേപത്തെ തടഞ്ഞു. എന്നങ്ങനെ പറഞ്ഞാൽ വിദേശ നാണയ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വിദേശ വ്യവസായങ്ങളൊന്നും കടന്നു വരണ്ട. താരിഫ് കോട്ട നിങ്ങൾക്ക് അറിയാം, അല്ലെ? വിദേശ വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരണ്ട. കാരണം പണ്ട് വിദേശികൾ ഇന്ത്യയിൽ വന്നതാ, അല്ലെ? വന്നു ഒന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാ. 2 നൂറ്റാണ്ട് കാലം പിന്നെ ഇന്ത്യയിൽ അവർ താമസിച്ചത്, അല്ലെ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോയി, ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. നമ്മൾ പഠിച്ചത്, അല്ലെ? അപ്പൊ അത്തരം ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിക്കൊണ്ട് താരിഫ് കോട്ട എന്ന് പറയുന്ന 2 നയങ്ങൾ കൊണ്ടുവന്നു, 2 കരുക്കൾ കൊണ്ടുവന്നു, അല്ലെ? പക്ഷെ അതെന്തായി? ഇന്ത്യക്ക് വിനയായി പോയി. കാരണം എന്താ? വിദേശ മൂലധന നിക്ഷേപം ഇന്ത്യയിലില്ല. വിദേശികൾ ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഈ നിയമം അനുസരിച്ച്, അല്ലെ? അവർക്ക് നിയന്ത്രണം കൊണ്ടുവന്നു സർക്കാർ. സ്വാഭാവികമായിട്ടും വിദേശ മൂലധന നിക്ഷേപം, അല്ലെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഇല്ലാതായി പോയി. ഇത് രണ്ടാമത്തെ ഒരു അടിയായി പോയി. മൂന്നാമത്തതോ അതായത് ഇവിടെ പറയുന്നതാണ്, അനേകം വ്യവസായങ്ങൾ എന്താണ് ചെറുകിട മേഖലയിലേക്ക് എന്ത് ചെയ്തു? സംവരണം ചെയ്തപ്പോൾ അതെന്താ സംഭവിച്ചത്? ആ മേഖലകളിലെ മൂല്യനിക്ഷേപം എന്തായി? വളരെ കുറയാൻ കാരണമായി. ഈ ചെറുകിട വ്യവസായങ്ങളല്ലേ 1986 കാർവേ കമ്മിറ്റി നിങ്ങൾ പഠിച്ചില്ലേ? കഴിഞ്ഞ നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് കാർവേ കമ്മിറ്റി വെച്ചതും, അല്ലെ? ചെറുകിട വ്യവസായങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്ക് അനുയോജ്യമായ ഒന്നാണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ അവിടെ എല്ലാം തുടങ്ങുന്ന എല്ലാവരും ചെറുകിട വ്യവസായങ്ങൾ. കാരണം എന്താ? ആ മേഖലയിലേക്ക് ഒരുപാട് സംവരണം ഉണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചെറുകിട മേഖലയിലേക്ക് വരും. അപ്പൊ വൻകിട മേഖല ബിസിനസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വളർച്ച എന്താക്കിയത്? തടസ്സപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതേപോലെ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നതാണ്, 4ാമതായി പറയുന്നുണ്ട്, ഉയർന്ന നികുതി പലവിധ തട്ടിപ്പിനും വെട്ടിപ്പിനും കാരണമായി. നികുതി, ടാക്സ് ഇപ്പൊ തന്നെ അറിയാം. ഇപ്പൊ ഒരുപാട് സർക്കാർ ഒരുപാട് GST ആയിട്ടും, അല്ലെ, ഒക്കെ നമുക്കറിയാം നികുതി വെട്ടിപ്പുകൾ. ഉയർന്ന നികുതി, സർക്കാർ എല്ലാ നികുതിയാണ്, കണ്ടമാന നികുതിയാണ് ഈടാക്കി. അത് എന്തിനു കാരണമായി? അഴിമതിക്ക്, സ്വജനപക്ഷപാതത്തിന് കാരണമായി, അഴിമതിക്ക് കാരണമായി, തട്ടിപ്പിനും വെട്ടിപ്പിനൊക്കെ കാരണമായി. ഇതും 1986 നടപ്പാക്കിയ ഒരു നയമാണ്. ഇതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദോഷം ചെയ്തു. അതേപോലെ തന്നെ 5ാമതായി പറയുന്നതാണ് ഇറക്കുമതി ചുങ്കം, അല്ലെ, ഇന്ത്യൻ വ്യവസായങ്ങളെ കാര്യക്ഷമത ഇല്ലാതാക്കി മാറ്റി. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. ഇറക്കുമതി ചുങ്കം തന്നെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ സർക്കാരിലേക്ക് കൊടുക്കുന്ന നികുതിക്ക് പറയുന്ന പേരാ ഇറക്കുമതി ചുങ്കം. അപ്പൊ ആ ഇറക്കുമതി ചുങ്കം വന്നപ്പോൾ വിദേശികൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചു, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ മാത്രമായി വിൽക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ കിട്ടുന്ന സാധനങ്ങളോ അവർക്ക് മത്സരിക്കാൻ ആരും ഇല്ലല്ലോ, കോമ്പറ്റീഷൻ ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നിയമാതിരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സായ നമ്മൾ എന്ത് ചെയ്യണം? അവർ തരുന്ന വാങ്ങണം. കാരണം അതിന് പകരം വെക്കാനുള്ള വസ്തുക്കളില്ല നമുക്ക്. ഇന്ന് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കട ഉണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ കട, നമുക്ക് ചോയ്സസ് ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ചോയ്സസ് ഇല്ല. കാരണം എന്താണ്? വിദേശികൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്ന് പറയാൻ ആര് തടഞ്ഞു വെച്ചു? ഗവൺമെന്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇറക്കുമതി ചുങ്കണ്ടല്ലോ, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ വ്യവസായങ്ങൾ ഈ കാര്യക്ഷമത ഇല്ലാതായി പോയി. ഇത് പോരായ്മയാണ്. അതേപോലെ എന്ന് പറയാം, അല്ലെ, ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു 6ാമത്തെ പോയിന്റ് ആണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മിക്ക വ്യവസായങ്ങളും എന്താണ്? നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? സർക്കാർ ജോലിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പണി കിട്ടാനാ പണി കിട്ടിയാൽ പിന്നെ പണിയൊന്നുമില്ല. അതാണ് സർക്കാർ ജോലിയുടെ അവസ്ഥ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ തന്നെ സംഭവിച്ചത്, അല്ലെ? ഭീമമായ മൂല്യനിക്ഷേപം നടത്തിക്കൊണ്ട് സർക്കാർ വ്യവസായങ്ങളൊക്കെ വടുത്തുയർത്തിയെങ്കിലും എന്തായി? ചീട്ടുകൊട്ടാരം പോലൊക്കെ തകർന്ന് അങ്ങനെ തരിപ്പണായി പോയി സമ്പദ് വ്യവസ്ഥയില്. ഇതാണ് 1950 നടപ്പാക്കിയ 50 മുതൽ 1990 വരെ നടപ്പാക്കിയ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിഷ്യൻസീസ് എന്ന് പറയാം, പോരായ്മകൾ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 1991 സാമ്പത്തിക പ്രതിസന്ധി, എക്കണോമിക് ക്രൈസിസ് ഇൻ 1991. ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.
വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് 1991 പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എന്താണ് ഈ 1991 പ്രതിസന്ധി കാരണം? ഗൾഫ് മേഖലയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കുഴപ്പങ്ങൾ മൂലം അവിടെ ഗൾഫിലാണ് പ്രശ്നം. ആ ഗൾഫിലെ രാഷ്ട്രീയ കുഴപ്പങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അങ്ങോട്ട് ചീറിക്കയറി. മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം ഇന്ത്യയിലേക്ക് വരുന്നത് നിലച്ചുപോയി. വല്ലാത്തൊരു സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്ക് ഈ ഗൾഫ് രാഷ്ട്രത്തിലെ കുഴപ്പം ആരെ ബാധിച്ചു? ഇന്ത്യയെ ബാധിക്കണം. ഇന്ത്യയിലെ ഇവിടെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ വിദേശ നാണയ കരുതൽ ശേഖരം $100 കോടി താഴെയായി മാറി. ഏത് രാജ്യത്തിന് എന്ത് ചെയ്യാറുണ്ട്? വിദേശ നാണയം കരുതൽ ശേഖരം വെക്കാറുണ്ട്. അത് ഡോളർ കണക്കിലാണ് വെക്കാറുള്ളത്. അത് വളരെയധികം $100 കോടി താഴെയായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കണ്ട് ചീറിക്കയറി. ഇറക്കുമതിയാണ് വർദ്ധിച്ചു. ഇന്ത്യയിൽ സാധനങ്ങൾ ഇറക്കുമതി വർദ്ധിച്ചു. പക്ഷെ ഇറക്കുമതി ചെയ്യാനുള്ള പണം ആരെ കയ്യിലില്ല? ഇന്ത്യയിൽ. ഇന്ത്യൻ പൈസ ആരും വാങ്ങില്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി. സാമ്പത്തികമായ രക്ഷിതാവസ്ഥയിലേക്ക് ഇന്ത്യ എത്തണം. 100 കോടി കഷ്ടിച്ച് 2 ആഴ്ചത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള പണം മാത്രമേ ഇന്ത്യ കയ്യിലുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. വല്ലാത്ത, അതായത് മോഡീസും അതേപോലെ തന്നെ ക്രെഡിറ്റ് ഏജൻസീസും അവരൊക്കെ എന്താ പറയുക, ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇത് താഴ്ത്തി. ഇവിടെ പറയുന്നുണ്ട്, അതായത് വളരെയധികം സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്ക് ആരെത്തണം? ഇന്ത്യ എത്തണം. വല്ലാത്തൊരവസ്ഥ. ഗൾഫ് രാജ്യത്തെ പ്രശ്നമാണ്. മാത്രമല്ല 2 ആഴ്ചത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള പണം മാത്രമേ ഇന്ത്യ കയ്യിലുള്ളൂ. പല വഴി ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. വായ്പയ്ക്കായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് എങ്ങോട്ട് പോവാണ്? അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ബാങ്കുകളൊക്കെ സമീപിച്ചു. അപ്പൊ അടവുശിഷ്ടം വൈകിയിട്ടുണ്ട്. നേരത്തെ അവർ കടമെടുത്തിട്ടുണ്ട്, അത് അടക്കാൻ വീഴ്ച. ആ വീഴ്ച പറ്റിയതിനാൽ, ഈ അടവുശിഷ്ടം വൈകിയതിനാൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, പണം കടം കൊടുക്കാൻ ആര് വിസമ്മതിക്കണം? ഈ ഇന്റർനാഷണൽ ബാങ്കുകൾ ഇന്ത്യക്ക് കൊടുക്കാൻ വിസമ്മതിക്കണം. വല്ലാത്തൊരു സാമ്പത്തികമായ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തണം. അപ്പൊ സ്വാഭാവികമായിട്ട് അവസാനം ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കാൻ ഒരു നയം, കരുതൽ ശേഖരത്തിലെ കുറച്ച് സ്വർണം, ആ സ്വർണം ഇന്ത്യ ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിക്കണം. അതുകൊണ്ടുപോയി വിറ്റു ബാക്കിയുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ചും ചെയ്തു. പക്ഷേ എന്നിട്ടും കടബാധിത പ്രശ്നങ്ങൾ തീരുന്നില്ല. അവസാനം എന്ന് പറയാ, ഇന്റർനാഷണൽ, അതായത് ഇവിടെ പറയുന്നുണ്ട് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ അന്താരാഷ്ട്ര നാണയനിധിയെയും ലോക ബാങ്കിനെയും പോയി സമീപിക്കണം. അപ്പൊ അവരെന്ത് ചെയ്തു? ഓക്കെ, ഇന്ത്യക്ക് പണം കടം തരാം, പക്ഷെ ഒരു നിബന്ധന, ചില ഉപാധികൾ മുന്നോട്ട് വെക്കണം. ആ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യുക? 700 കോടി ആര് കടം കൊടുക്കണം? ഈ അന്താരാഷ്ട്ര ബാങ്കുകളും, അന്താരാഷ്ട്ര ബാങ്കല്ല, ഈ ലോക ബാങ്കും ഈ അന്താരാഷ്ട്ര നാണയനിധിയും. അന്താരാഷ്ട്ര നാണയനിധി അറിയില്ല, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അറിയില്ലേ? നമ്മുടെ UN നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ UN ഒരു ഏജൻസിയാണ് ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇവർ $700 കോടി വായ്പ ആർക്ക് അനുവദിക്കണം? ഇന്ത്യക്ക് അനുവദിക്കണം. എന്താ ഉപാധി? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താക്കണം? ഉദാരവൽക്കരിക്കപ്പെടണം. കാരണം എന്താണ്? ഈ താരിഫ്, കോട്ട, ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താക്കിയിട്ടുണ്ട്? ഇങ്ങോട്ട് കെട്ടി വരഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരാൾക്ക് കടന്നു വരാൻ പാടില്ല, ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥ പിരിമുറുക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പിരിമുറുക്കം അയച്ചിടണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താക്കണം? ഒന്ന് തുറന്നിടണം. അതായത് വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരണം, കച്ചവടം ചെയ്യാൻ. അതിന് സമ്മതിക്കുകയാണ്. ആ ഒരു ഉപാധിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് $700 കോടി ആര് വായ്പ നൽകിയത്? ഇന്ത്യക്ക് ആര് വായ്പ നൽകുന്നത്? നമ്മുടെ IMF-ഉം അതേപോലെ തന്നെ ലോക ബാങ്കും വായ്പ നൽകിയത്. അങ്ങനെയാണ് താൽക്കാലികമായിട്ട് ഈ പ്രശ്നം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇനിയാണ് 1991 ഉണ്ടായ ഈ പ്രതിസന്ധിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പരിഷ്കരണത്തിലേക്ക് നയിച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ ഉണ്ടായ പ്രശ്നമാണ്? ഗൾഫ് രാജ്യത്തുണ്ടായ പ്രശ്നമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഒരു അടിമുടി അഴിച്ചുമാറ്റ പണിയിലേക്ക് എത്തിച്ചത്. ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുള്ളത്. അപ്പൊ നമുക്ക് വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ എങ്ങനെ നടപ്പാക്കിയത്.
1991 സാമ്പത്തിക പരിഷ്കാരം, എക്കണോമിക് റീഫോംസ് 1991. ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നാം കണ്ടു അല്ലെ, ഇന്ത്യക്ക് $700 കോടി കടം കൊടുത്തു. ആരാ കടം കൊടുത്തത്? ലോക ബാങ്കും IMF-ഉം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് അന്താരാഷ്ട്ര നാണയനിധി, ഇതാണ് ഇന്ത്യ കടം കൊടുത്തത്. അവർ വെച്ച് ഉപാധി വെച്ചിരുന്നു അല്ലെ, ഉപാധി മുന്നോട്ട് വെക്കുക, ഇന്ത്യൻ സമ്പത്ത് ഉദാരവൽക്കരിക്കപ്പെടും, തുറന്നിടണം അല്ലെ. എന്താ അങ്ങനെ പറഞ്ഞാല്, അതായത് ഒരു കമ്പോള സൗഹൃദം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടാകണം, സ്വകാര്യ മേഖലയുടെ മേലുള്ള നിയന്ത്രണം എടുത്ത് ഒഴിവാക്കണം, സർക്കാരിന്റെ പങ്കുണ്ടല്ലോ, സർക്കാർ നമ്മൾ കണ്ടതില്ലേ, ഉന്നത മേധാവിത്വം പഠിച്ചില്ലേ, കമാൻഡിങ് ഹൈറ്റ് പ്രിൻസിപ്പിൾസ് അല്ലെ, കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചാണ്. ആ ഉന്നത മേധാവിത്വത്തൊക്കെ നീ എടുത്ത് ഒഴിവാക്കണം, സർക്കാരിന്റെ പങ്ക് കുറക്കണം, ഒരു കമ്പോള സൗഹൃദം കൊണ്ടുവരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ. ഇതാണ് ആരാവശ്യപ്പെട്ടത്? നമ്മുടെ ഈ ലോക ബാങ്കും IMF-ഉം ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഈ സമയത്താണ് സോവിയറ്റ് യൂണിയൻ, USSR അല്ലെ തകർന്നു. പിന്നെ ചൈനയും മറ്റു രാജ്യങ്ങളൊക്കെ, അതായത് സോഷ്യലിസ്റ്റ് ചിന്താഗതികളുടെ ചൈനയും മറ്റു രാജ്യങ്ങളൊക്കെ ഒരു കമ്പോള സൗഹൃദ നയം സ്വീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയും മാറുകയില്ലാതെ നിവർത്തിയില്ല. ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥ മാറ്റം വരും. കാരണം അനാവശ്യമായ നിയമങ്ങൾ, നിയന്ത്രണങ്ങളാണ്. ഏത് താരിഫ്, കോട്ട പോലുള്ള അനാവശ്യമായ നിയമങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ അതൊക്കെ എടുത്ത് ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥ ഇതാക്കണം, ഫ്രീ ആക്കി തുറന്നിടണം. അതിനായി സർക്കാർ എന്ത് ചെയ്യണം അല്ലെ, 2 ഭാഗങ്ങളടങ്ങിയ ഒരു പരിപാടി സർക്കാർ അവതരിപ്പിക്കണം. 2 ഭാഗങ്ങളടങ്ങിയ ഒരു പരിപാടി സർക്കാർ അവതരിപ്പിക്കണം. എന്താ ഒന്നാമത്തെ പേരിന്റെ 2 ഭാഗങ്ങളാണ്, ഒരു പരിപാടി, അതിന്റെ 2 ഭാഗങ്ങളാണുള്ളത്. സ്റ്റെബിലൈസേഷൻ എന്ന് പറയും ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര്, സുസ്ഥിരവൽക്കരണം എന്ന് പറയും മലയാളത്തില്. രണ്ടാമത്തോ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും, ഘടനാപരമായ നീക്കുപോക്കുകൾ. ഒറ്റ പരിപാടിയാണ്, അതിന്റെ 2 ഭാഗങ്ങളാണ്. എന്താ സ്റ്റെബിലൈസേഷൻ അല്ലെ? ഇവിടെ പറയുന്നുണ്ട് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിദേശ നാണയ പ്രതിസന്ധി, നാണ്യപ്പെരുപ്പം എന്നിവ പോലുള്ള സ്ഥൂല സാമ്പത്തിക അസ്ഥിരാവസ്ഥ പരിഹരിക്കാനുള്ള ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള എന്താ പറയുക ഒരു നടപടിക്ക് പറയുന്ന പേരാണെന്ത്? ഈ സ്റ്റെബിലൈസേഷൻ. വല്ലതും മനസ്സിലായത് നിങ്ങൾക്ക്? വിദേശ നാണയ പ്രതിസന്ധി മനസ്സിലായി അല്ലെ? വിദേശ നാണയം ഇല്ലാത്ത അവസ്ഥ. നാണ്യപ്പെരുപ്പം, എന്താ നാണ്യപ്പെരുപ്പം? ഫിസിക്കൽ കമ്മി എന്ന് പറയും, ഫിസിക്കൽ അല്ലെ എന്ന് പറയാ, ആളുകളുടെ കയ്യിൽ പണത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനെ പറയുന്ന പേര് നാണ്യപ്പെരുപ്പം. ഇത്തരം സ്ഥൂല സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയിൽ പെട്ടെന്ന് വരുന്ന ഒരു അസ്ഥിരാവസ്ഥ, സ്ഥിരമല്ലാത്തൊരവസ്ഥ. ഇത്തരം അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു ഹ്രസ്വകാല നടപടിയാണ് ശരിക്കും എന്ത്? സ്റ്റെബിലൈസേഷൻ. എങ്ങനെയാണ് ഹ്രസ്വകാല നടപടി? ഇവിടെ പറയുന്നുണ്ട്, ഇത്തരം ഒരു അവസ്ഥ വന്നാൽ ഫിസിക്കൽ കമ്മി കുറച്ച് നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കുക, നിയന്ത്രണം നടത്തുക. അതായത് ആളുകൾ, അതായത് രൂപന്റെ മൂല്യം കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഉൽപാദനം എന്ന് പറയുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക. രൂപയുടെ മൂല്യം കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കയറ്റുമതി, അതായത് ഫിസിക്കൽ കമ്മി എന്ന് പറയുന്നത്, നാണ്യപ്പെരുപ്പം അല്ലെ, അത് നിയന്ത്രിക്കാനായിട്ട് സർക്കാർ ചെയ്യുന്നത്. രൂപയുടെ മൂല്യം കുറച്ചുകൊണ്ട് കയറ്റുമതി എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അതാണ് സ്റ്റെബിലൈസേഷൻ എന്ന് കൂടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തോ ഘടനാപരമായ നീക്കുപോക്കുകൾ. ഘടനാപരമായ നീക്കുപോക്കുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. എന്താ അവിടെ പറയുന്നത്? ഈ പരിപാടി സമ്പദ് വ്യവസ്ഥ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ്. അതായത് വ്യവസായ നയം, തൊഴിൽ നയം, വ്യാപാര നയം തുടങ്ങിയ വരുന്ന മാറ്റങ്ങളാണ് ഘടനാപരമായ നീക്കുപോക്കുകൾ. താൽക്കാലികമായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കട്ടെ, വ്യവസായ നയത്തിലും തൊഴിൽ നയത്തിലും ഒക്കെ എന്ത് ചെയ്യുക? താൽക്കാലികമായിട്ട് ചെറിയൊരു മാറ്റങ്ങൾ സർക്കാർ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക? മാറ്റങ്ങൾ കൊണ്ടുവരാം. എന്തിനാണ്? ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട്. ഇതാണ് ഘടനാപരമായ നീക്കം, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്. ഈ 2 പരിപാടികളാണ് ആര് സ്വീകരിച്ചത്? സമ്പദ് വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതിന് ശേഷം ഒരു മാലപ്പടക്കം തന്നെയാണ് ശരിക്കും സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ ഇതാണ് 2 ഭാഗങ്ങളാണെങ്കിൽ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ഒന്നാമത്തെ ഭാഗം? സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷൻ എന്ന സുസ്ഥിരവൽക്കരണം എന്ന് പറഞ്ഞാൽ അല്ലെ, അതായത് വിദേശ നാണയ പ്രതിസന്ധി, നാണ്യപ്പെരുപ്പം എന്നിവയുള്ള സ്ഥൂല സാമ്പത്തിക അസ്ഥിരാവസ്ഥ പരിഹരിക്കാനുള്ള ഹ്രസ്വകാല നടപടിയാണ് ശരിക്കും എന്താ? ഈ സ്റ്റെബിലൈസേഷൻ അഥവാ സുസ്ഥിരവൽക്കരണം. അതായത് രൂപയുടെ മൂല്യം കുറച്ചുകൊണ്ട് എന്ത് വർദ്ധിപ്പിക്കുക? ഉൽപാദനം വർദ്ധിപ്പിക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്. അതുതന്നെയാണ് എന്താ പറയുക, എന്താണ്? വ്യവസായ നയം, വ്യാപാര നയം, കച്ചവട നയം, ഇതിലൊക്കെ എന്ത് ചെയ്യുക? ചില മാറ്റങ്ങൾ, ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക. എന്തിനാണത്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട്, ഇത് പറയാ കയറ്റുമതി വർദ്ധിപ്പിക്കാനായിട്ട്. ഇത്രയും കാര്യമാണ് നമുക്കിതിൽ ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ.